വടക്കും കേന്ദ്രം കഴിഞ്ഞ ഏകദേശം ഒരു 9 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചിന്താവിഷ്ടയ ശ്യാമള ഇറങ്ങിയത്. ആ സിനിമ ഇറങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് ട്രെയിനിൽ പോകുമായിരുന്നു. ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരു 35 വയസ്സുള്ള ഒരാൾ. നിങ്ങൾ സംവിധാനം ചെയ്ത വടക്ക് നോക്കി യന്ത്രം ഞാൻ കണ്ടു. അങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്, കോംപ്ലക്സ് ഉള്ള കഥാപാത്രങ്ങൾ ജീവിതത്തിൽ ഒരുപടിയുണ്ട്. ആ സിനിമ വന്നതോടുകൂടി ആ ആളുകൾ ഇവിടെയൊക്കെ രോഗം മാറി. വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിലെ വിജയമാഷ് എന്ന് പറയുന്ന കഥാപാത്രം ജോലിയൊന്നും ചെയ്യാതെ, ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ നിവൃത്തിയില്ലാതെ, ഭാര്യയും മക്കളെയും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോവുക, എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരിക, യാതൊരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു മനുഷ്യൻ. നാട്ടിലുള്ള നിരവധി ആളുകളുടെ മനസ്സ് മാറ്റാൻ നിങ്ങളുടെ ഈ 2 സിനിമകൾക്ക് സാധിച്ചു. എൻ്റെ ഒരു അനുജനുണ്ട്, അവൻ വലിയ പ്രശ്നത്തിലാണ്, അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒന്നും ചെയ്യില്ല, ഒരു മാനസിക രോഗം എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ കഥ നിങ്ങൾ സിനിമയാക്കിയാൽ അതവൻ കണ്ടാൽ അവന് മനസ്സിലാവും അവൻ ഇങ്ങനെയാണെന്ന്. അവൻ്റെ രോഗം അങ്ങനെ മാറും. അല്ലാതെ എടുത്തേ പറ്റുള്ളൂ, എടുക്കാതെ വേറെ വഴിയില്ല. ആളുകളുടെ രോഗം മാറ്റുന്ന ഒരു ഡോക്ടറല്ലല്ലോ ഞാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇയാളുടെ ഭാവം മാറി. പറഞ്ഞ കഥാപാത്രത്തെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിനിമ എടുക്കാൻ പറ്റുമില്ലയോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഇതാകെ പെശകാണെന്ന് മനസ്സിലായതിനു ശേഷം ഞാൻ അപ്പുറത്തിപ്പുറത്തൊക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് വേറൊരു ആൾ ഒരു അടുത്ത് വന്നു, എന്നിട്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, മൂപ്പര് പറഞ്ഞത് കുറച്ച് പേടിച്ചു അല്ലേ, ചെറിയൊരു മാനസിക രോഗിയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞു.